കേരളത്തിലെ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ UDFും LDFും ഏതാനും കരുക്കളെ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി കണ്ടത്. നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നു എന്നല്ല, പ്രഹരശേഷി കുറച്ചു കൊണ്ടുവരികയാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം വൻ പ്രതിരോധമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം LDFിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായ പത്മകുമാർ തടവിലാണ്, അല്ലെങ്കിൽ റിമാൻഡിലാണ്. അതുതന്നെ വലിയ ഒരു പ്രശ്നമാണ്. അതുമാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ LDF കാലഘട്ടത്തിൽ നിയമിച്ച ആളുകളാണ്. പ്രസിഡൻ്റ് ആകട്ടെ, മെമ്പേഴ്സാകട്ടെ എല്ലാവരും തടവിലാവുകയോ അന്വേഷണത്തിൻ്റെ മുൾമുനയിലാവുകയോ ചെയ്തത്. അതോടൊപ്പം അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം കൂടുതൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ലെവൽ കടന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേവലം കാണുക മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ, ഭവനത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തുറന്നു പറഞ്ഞതുമാണ്. പക്ഷെ ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സഹോദരിയുടെ മകൾക്ക് ഒരു സമ്മാനം കൊടുക്കാനായി, അതായത് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പെൺകുട്ടിക്ക് ഒരു പുരസ്കാരം കൊടുക്കാനായി മന്ത്രി തന്നെ വന്നു എന്നത് തെളിവുകളുടെ സഹായത്തോടു കൂടി മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അപ്പോൾ കടകംപള്ളിക്ക് അത് സമ്മതിക്കേണ്ടി വരുന്നു. കൂടുതൽ സന്ദർശനം ഉണ്ടായി എന്ന രീതിയിലാണ്. അദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു, അല്ലെങ്കിൽ പല ആവർത്തി സന്ദർശിച്ചിട്ടുണ്ട്, പല ഇടത്ത് വെച്ചും സന്ദർശിച്ചിട്ടുണ്ട്. പുളിമാത്തിലെ വീട്ടിൽ മാത്രമല്ല, വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ മാത്രമല്ല, മറ്റ് ഇടങ്ങളിലും വെച്ച് സംസാരിച്ചിട്ടുണ്ടാകാം. കൂടുതൽ ചിത്രങ്ങളുടെ രൂപത്തിലാണ് തെളിവുകൾ വരുന്നത്. ഈ തെളിവുകളെല്ലാം ഒരാളെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനോ കൊള്ളക്കാരനോ ഒന്നും ആയിരുന്നില്ലല്ലോ. കഴിഞ്ഞ ഈ സ്വർണ്ണപ്പാളി വിഷയം ആളി കത്തുന്നത് വരെ അദ്ദേഹം മാന്യനായ ഒരാളായിരുന്നു. ശബരിമലയ്ക്ക് വേണ്ടി എത്രയോ സേവനം ചെയ്യുന്ന, നിഷ്കാമ കർമ്മം ചെയ്യുന്ന സ്പോൺസറായിരുന്നു. ഒരു സ്പോൺസറിനെയൊക്കെ വലിയ കള്ളനായ ആരും ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് അവിടെ കടകംപള്ളി സുരേന്ദ്രനും മറ്റ് ആളുകൾക്കും, മുരാരി ബാബുവിനും മറ്റ് ആളുകൾക്കൊക്കെ ഒരു അലവൻസ് കൊടുക്കാം. ഇവർ ചേർന്ന് കൊള്ള നടത്തിയെന്നുള്ളത് പിന്നീട് തെളിഞ്ഞ കാര്യമല്ലേ. ആദ്യം ഉണ്ടായ, അതിനൊക്കെ മുൻപ് എടുത്ത ഫോട്ടോകൾ തീർച്ചയായും അത് വെച്ച് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതിനോട് യോജിപ്പില്ല. ഇനി മറുവശത്ത് UDF അഡോപ്റ്റ് ചെയ്യുന്ന ഒരു നയമുണ്ടല്ലോ, ഹോളിയർ ദാൻ ദൗ. നിങ്ങളൊക്കെ കള്ളന്മാരാണ്, ഞങ്ങളിൽ പരിശുദ്ധന്മാരേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടോ അമ്പലക്കൊള്ളക്കാരുമായിട്ടോ യാതൊരു ബന്ധവും തങ്ങൾക്കൊന്നുമില്ല, ചരിത്രപരമായി ഉണ്ടായിട്ടേ ഇല്ല എന്നിനി പറയാനാവില്ല. അതും ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദ നായകനാകുന്നതിന് മുൻപുള്ള ബന്ധങ്ങളാണ് കേട്ടോ. അതെല്ലാം 2 പേര് വലിയ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഒന്ന് UDFിൻ്റെ കൺവീനർ, ഇപ്പം എല്ലാ പാർട്ടികളെയും ചേർത്ത് പിടിക്കേണ്ട കൺവീനർ, വലിയ ഭാവിയുള്ള ഒരു നേതാവാണ് അടൂർ പ്രകാശ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന കോന്നിയിൽ ദീർഘകാലം MLA ആയിരുന്ന ആൾ. അപ്പോൾ ശബരിമല സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്നയാൾ. അദ്ദേഹം ഇപ്പോൾ ആറ്റിങ്ങൽ MP ആണ്. ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥലം. അവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്. മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ശരാശരി സംവിധായകനോട് ഒരു MPക്ക്, അതും പ്രതിപക്ഷത്തെ ഒരു MPക്ക് വഴിവിട്ട ബന്ധം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? സോണിയാഗാന്ധിയുമായി ചേർന്ന് എങ്ങനെയാണ് ഒരു ചിത്രം എടുക്കാൻ കഴിയുക? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് സോണിയാഗാന്ധിയെ ഫോൺ ചെയ്ത്, മാഡം ദിസ് ഇസ് മീ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഐ വാണ്ട് എൻ ഓഡിയൻസ് വിത്ത് യു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ. ഇപ്പോൾ പറയുന്നത് കർണാടകത്തിലെ ചില കോൺഗ്രസ് നേതാക്കളാണ് ഇൻ്റർവ്യൂ തരപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയെങ്കിൽ കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടെ അന്വേഷണം വേണം. ഈ കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കർണാടകവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണം ഉരുക്കിയതുമായി ബന്ധപ്പെട്ട്, കച്ചവടം ചെയ്തതുമായി ബന്ധപ്പെട്ട്, പാളികൾ നീങ്ങിയതുമായി ബന്ധപ്പെട്ട്, ബാംഗ്ലൂരുമായും കർണാടകത്തിലെ മറ്റു പല നഗരങ്ങളുമായും ചേർന്ന് ആരോപണങ്ങളുണ്ട്. അവിടെയൊക്കെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ ഇതൊക്കെ അറിഞ്ഞിരുന്നോ? ന്യായമായ സംശയമാണ്. അങ്ങനെ അടൂർ പ്രകാശിന് ഇത് മുൻകൂട്ടി അറിവുണ്ടായിരുന്നതാണോ? ആ സംശയം ദൂരീകരിക്കുന്നതിന് ഭാഗമായും അടൂർ പ്രകാശുമായുള്ള ചിത്രം, ഒന്നിലധികം ചിത്രങ്ങൾ വിവിധ സമയങ്ങളിൽ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായുള്ള ചിത്രം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ SIT അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറയുന്നത്, അടൂർ പ്രകാശ് പറയുന്നത്, തന്നെ ചോദ്യം ചെയ്യാനല്ല വിളിച്ചത്, തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ്. അതിൻ്റെ പേര് ചോദ്യം ചെയ്യുക എന്നതല്ലേ. ചോദ്യം ചെയ്യുക എന്നതൊരു വിവക്ഷ മാത്രമാണ്.
പക്ഷേ ഒരു ചില തെളിവുകൾ, ചില സാക്ഷി തന്നെ സാക്ഷിയായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടുതൽ ചോദ്യം മനസ്സിലാക്കുക, അല്ലാതെ പ്രതിയായി സംശയിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മുൻവാതിലൂടെ തന്നെയാണ് പുറത്തു വന്നത്. SIT ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വേണമെങ്കിൽ പിൻവാതിലൂടെ പോകാം. അപ്പോൾ MP കാറിലല്ല വന്നത്, സ്വകാര്യ കാറിലാണ് വന്നത്. എന്നിട്ട് മുൻവാതിലൂടെ തന്നെ ഇറങ്ങി പോവുകയും പത്രക്കാരെ കാണുകയും കുശലം പറയുകയും കാര്യമായി താൻ യാതൊരു രീതിയിലും ഇംപ്ലിക്കേറ്റഡ് ആയ ആളല്ല, തനിക്കെതിരെ സംശയത്തോടു കൂടി അല്ല SIT ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് പറയുകയാണ്. ഇനി മറ്റൊരാൾ ഇതുവരെ കാര്യമായി ശരങ്ങൾ ഏറ്റിട്ടില്ലാത്ത പത്തനംതിട്ട MP ആന്റോ ആന്റണി ഇപ്പോൾ ഒരു വിവാദ ചുഴിയിലകപ്പെട്ട് നിൽക്കുകയാണ്. മൾട്ടിപ്പിൾ ലെവലിൽ. ഒന്ന് പോറ്റിയോടൊപ്പമുള്ള ചിത്രം, സോണിയാഗാന്ധിയെ കാണുമ്പോൾ ആന്റോ ആന്റണിയും ഒപ്പം ഉണ്ട്. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് പോറ്റിയോടൊപ്പം എടുത്ത ചിത്രങ്ങൾ. അതോടൊപ്പം തന്നെ പോറ്റിയുടെ സ്വർണം വിറ്റ വകയിൽ ലഭിച്ച പണത്തിൻ്റെ ഒരു ചെറിയ പങ്ക് ഏതെങ്കിലുമൊക്കെ ബ്ലേഡ് കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുമല്ലോ. അത് തിരുവല്ലയിലെ ഏതെങ്കിലും കമ്പനിയിലാണോ നിക്ഷേപിച്ചത്? NM രാജുവിൻ്റെ കമ്പനിയുമായി എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം? ഇതേക്കുറിച്ചൊക്കെ ആഴത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അശ്വിനിപാതം പോലെ ആന്റോ ആന്റണിയുടെ മേൽ 2 കോടി രൂപയുടെ ഒരുതരം പണാപഹരണം വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് പണം ആവശ്യമാണ്, പാർട്ടി കുറേ പണം കൊടുക്കും, പിന്നെ മറ്റ് അഭ്യുദയകാംക്ഷികൾ കൊടുക്കും. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുക്കുമ്പോൾ കൃത്യമായി തങ്ങളുടെ ആസ്തികൾ അതിന് മുൻപ് തന്നെ കൊടുക്കണം. കണക്കുകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുമ്പോൾ കൃത്യമായി ഇത്ര തുക ലഭിച്ചു, ഇത്ര തുക ചിലവാക്കി എന്ന് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ NM രാജു പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ 2 കോടി രൂപ, അത് നെടുമ്പറമ്പിൽ ഫൈനാൻസിയേഴ്സിൻ്റെ ചുമതലക്കാരനാണ്. ഇപ്പോൾ അത് ED അന്വേഷണം നേരിടുന്ന ആളുമാണ്. 44 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ NM രാജു ഒരു രാഷ്ട്രീയക്കാരനാണ്, ആയിരുന്നു. മാണി ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന ട്രഷററുമായിരുന്നു ശ്രീ NM മാത്യു. അപ്പം ഇദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ആന്റോ ആന്റണി ഉപയോഗിച്ചത്? 2 കോടി രൂപ വാങ്ങി NM രാജുവിൻ്റെ കയ്യിൽ നിന്നും. ഈ 2 കോടി രൂപയിൽ കേവലം 20 ലക്ഷം രൂപ മാത്രമേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുക. അപ്പം 20 ലക്ഷം രൂപ വാങ്ങിയതിൽ 2 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്നോ അങ്ങനെ ഒരു കണക്കാണ്, ചെറിയൊരു കണക്കാണ്. അപ്പം കൊടുത്തതിൻ്റെ 10% മാത്രമേ തിരിച്ച് എത്തിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി തുക എവിടെ പോയി? 1,80,00,000 രൂപ എവിടെ പോയി? അപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇവിടെ ഇതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ശ്രീ MP, ബഹുമാന്യനായ പത്തനംതിട്ട MP ആന്റോ ആന്റണി പറയുന്നത് പലരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവാം, വാങ്ങിച്ച തുക തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം 20 ലക്ഷം വാങ്ങി 20 ലക്ഷം തിരിച്ചു കൊടുത്തു എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുകയാണ്. അല്ലാതെ കൃത്യമായി കണക്കുകൾ പറയാൻ കഴിയുന്നില്ല. ഇനി അടുത്ത ലെവലിലേക്ക് പോവുകയാണ് ഭരണപക്ഷം. ഇപ്പം കയ്യിൽ കിട്ടിയ ആയുധമാണ്. 2 വൻപൻ സ്രാവുകളെയാണ് ഈ CPM-ന്, കയ്യിൽ LDF-ന് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ, UDF കൺവീനറും പത്തനംതിട്ട MP-യും, അതായത് 2 MP-മാർ, ലോക്സഭാംഗങ്ങൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ, ഈ 2 പേരും ഇൻഡയറക്ട്ലി അവരുടെ നേരെ വിരൽ ചൂണ്ടുന്നത് ശബരിമലയിലേക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏത് രീതിയിലാണ് ബന്ധം? ശ്രീ ആന്റോ ആന്റണിയെ ഏത് നിമിഷവും വിളിച്ച് ചോദ്യം ചെയ്തേക്കാം, ആ രീതിയിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഇവിടെ ഒരു സമാസമം നിൽക്കുകയാണ്. LDF-ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരം മുഴുവൻ താങ്ങിയത് തങ്ങളാണ്, തങ്ങളുടെ ചുമലിലാണ് വന്ന് വീണത്. അത് ഒറ്റയ്ക്ക് പറഞ്ഞ് മടുത്തു. ഇപ്പോൾ അവർക്ക് സോണിയാഗാന്ധിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യാം. സോണിയാഗാന്ധി ഇതൊന്നും അറിഞ്ഞു കാണില്ല എന്നതാണ് പൊതുവെയുള്ള വിശ്വാസം. കാരണം സോണിയാഗാന്ധിയെ കാണാൻ ആരെല്ലാം ചെല്ലുന്നു. ഒന്നാമത്, സോണിയാഗാന്ധി കൽപ്പിച്ചാൽ ലഭിക്കുന്ന ഒരു ആനുകൂല്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്കറിയാം. സോണിയാഗാന്ധി പ്രതിപക്ഷത്തെ ഒരു MP മാത്രം, ഒരു രാജ്യസഭ MP മാത്രമാണിപ്പോൾ. ഈ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ പോലുമല്ല. അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഒരു മുഖം എന്ന നിലയിൽ പോലും നാളുകളിൽ ഉടനടിയെങ്ങും കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാൻ സാധ്യതയില്ലല്ലോ. അടുത്തൊരു 3-3.5 വർഷത്തേക്ക് NDA മുന്നണിയെ മാറ്റി കോൺഗ്രസിന് അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമല്ലോ. അപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഇപ്പോൾ എല്ലാ നേതാക്കളും എപ്സ്റ്റീൻ ഫയലിൽ കാണുന്ന ഈ നേതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ.
എപ്സ്റ്റീൻ ഫയൽ, ലോകത്തുള്ള സകലമാന വൻകിട നേതാക്കൾ, ബിൽഗേറ്റ്സ്, അതുപോലെ പിന്നെ ഈ ഇലോൺ മസ്ക്, നരേന്ദ്രമോദിയുടെ പേര് പോലും വലിച്ചിഴക്കപ്പെടുന്നു, ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രാജാവ്, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ക്ലിൻ്റൺ എന്ന് വേണ്ട വൻപൻ സ്രാവുകളെല്ലാം തന്നെ അവരുമായിട്ടെല്ലാം ചങ്ങാത്തമുണ്ടല്ലോ ജെഫ്രി എപ്സ്റ്റീന്. അപ്പം തട്ടിപ്പ് മുഖമുദ്രയാക്കിയ ആൾ ഒരു സെർട്ടൺ ലെവൽ വരെ അവരൊക്കെ മാന്യന്മാരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അങ്ങനെ തന്നെയായിരുന്നു. എല്ലായിടത്തും ഒരു പിടി കിടക്കട്ടെ, സോണിയാഗാന്ധിയുടെ അരമനയിലും അല്ലെങ്കിൽ നമ്പർ 10 ജൻപത്തിലും ഒരു പിടി ഉണ്ട് എന്ന് വരുന്നത് ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയാണ്, അത് തനിക്ക് നാളുകളിൽ പ്രയോജനം ചെയ്യും എന്ന ഒരു ചിന്തയാവാം. സരിതയും അങ്ങനെ തന്നെയാണല്ലോ. ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഒരുപാട് പേരുമായി സൗഹൃദം സ്ഥാപിച്ച ഒരു വ്യക്തി ആയിരുന്നല്ലോ സരിത, സോളാർ ഫെയിം സരിത. സമാനമായ തട്ടിപ്പുകളുടെയൊക്കെ രീതിശാസ്ത്രം നോക്കുമ്പോൾ ഇവരെല്ലാം തന്നെ പലരുമായി ബന്ധം സ്ഥാപിക്കും. ഈ ബന്ധങ്ങളെല്ലാം തന്നെ ചില ഇവർക്കെല്ലാം കാണാൻ പോകുമ്പോൾ ചില ഉപഹാരങ്ങൾ കൊടുക്കും. അതൊക്കെ ഇവർ വാങ്ങിവെക്കും. ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്ന് അറിയാതെ വാങ്ങിവെക്കുന്നതാവാം. പക്ഷേ ഭരണപക്ഷത്തെ ഇപ്പം സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിൻ്റെ ഭരണച്ചുമതലയുള്ള ആളുകളുമായുള്ള അടുപ്പം അത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. പ്രതിപക്ഷത്തെ ഒരു MP അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഒരു പ്രമുഖ മുഖം, അതും ദേശീയ തലത്തിലെ ഒരു പ്രമുഖ മുഖം, അവരെയൊക്കെ ഇംപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ബാലൻസിങ് ആക്ട് മാത്രം, പൊളിറ്റിക്കൽ ബാലൻസിങ് ആക്ട് തീർച്ചയായും സമർത്ഥമായി CPM ചെയ്തു. ഇവിടെ കോൺഗ്രസ്സിന് പരിഭവമുള്ളത് എന്താണ്? തങ്ങളുടെ ചില ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു വിഷയത്തിൽ പെട്ടുപോയി. തങ്ങളുടെ നേതാക്കൾ ഒന്നൊന്നായി വലിയ സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ, ആരോപണ ശരങ്ങൾ ഏൽക്കുമ്പോൾ ഓൾ ഔട്ട് അറ്റാക്ക് എഗൻസ്റ്റ് LDF അതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ BJP ആണ് ഇവിടെ ഊറിച്ചിരിക്കുന്നത്. BJPയുടെ സമുന്നതരായ നേതാക്കൾക്ക് ആർക്കുമെതിരെ ഈ റൗണ്ടിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമായ ആരോപണങ്ങൾ ഏൽക്കേണ്ടി വന്നില്ല. പക്ഷേ BJPയും പ്രതിരോധത്തിലാണ്. മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കാര്യമായ ഒരു ആനുകൂല്യവും കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെയും തന്നില്ല. മോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ വലിയ രീതിയിൽ കൊട്ടക്കണക്കിന് കാര്യങ്ങൾ തരും, വെള്ളിത്താളത്തിൽ വെച്ച് വലിയ ഗിഫ്റ്റുകൾ തരും തിരുവനന്തപുരം നിവാസികൾക്ക്. ഇതൊക്കെ പഴങ്കഥയായി മാറി. ഇതൊന്നും നടന്നില്ല. ഒരുപക്ഷെ നാളുകളിൽ നടന്നുകൂടായികയില്ല. ഇപ്പോഴത്തെ നിലയിൽ BJPയും പ്രതിരോധത്തിലാണ്. അപ്പം 3 മുന്നണികളും ഒരുപോലെ പ്രതിരോധത്തിലാണ്. ശബരിമലയുടെ വിഷയത്തിൽ വൺ അപ്പ് മാൻഷിപ്പിന് വേണ്ടി LDFും UDFും പടപൊരുതുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഈ വാരം ഇവിടെ അവസാനിക്കുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളുടെ പങ്ക് പുറത്തു വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇതിനിടയിൽ SIT അന്വേഷണം ഒന്ന് തീർക്കണമല്ലോ. ഈ അലക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാനാവുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ അലക്കെന്ന് തീരും? SIT കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. അവർക്കൊരു 90 ദിവസത്തെ പരിധി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് മുന്നേറുകയാണ്. പടുപടാന്ന് ജാമ്യം കിട്ടുകയാണ്. ഓരോരുത്തരായി ജാമ്യത്തിലിറങ്ങുകയാണ്. സ്വാഭാവിക ജാമ്യമാണ് കിട്ടുന്നത്. ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടി ഇതെല്ലാം പുറത്തിറങ്ങും. അതാണല്ലോ നമ്മുടെ നാടിൻ്റെ നിയമം. അപ്പോൾ ഇതിന് സംസ്ഥാന ഗവൺമെൻറ് SITക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കണം. ആത്യന്തികമായി കോടതിയാണ് SIT നിയമിച്ചത് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ ആത്യന്തികമായി സംസ്ഥാന സർക്കാരിലെ, സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നും പണം ലഭിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ SITയുടെ ഉദ്യോഗസ്ഥന്മാരായി വരുന്നത്? അവരുടെ ആരോടാവും? അത് സംസ്ഥാന ഗവൺമെൻറ്റിനോടാവും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സംരക്ഷിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്ന വൻപൻ സ്രാവുകളെ സംരക്ഷിച്ച് നിർത്തുകയും അടൂർ പ്രകാശിനെയോ ആന്റോ ആൻ്റണിയോ പോലെയുള്ള ആളുകളെ സംശയത്തിൻ്റെ മുൻമുലയിൽ നിർത്തുകയും ചെയ്യുക എന്ന കലാപരിപാടി SITയെ കൊണ്ട് നടത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കഴിയും. അത് തെറ്റൊന്നും പറയാനാവില്ല. അത് ഇൻകംബൻറ്റിൻ്റെ അഡ്വാൻറ്റേജാണ്, ഇൻകംബൻസി അഡ്വാൻറ്റേജാണ്, രാഷ്ട്രീയപ്പെടരുത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും സ്വർണ്ണക്കുള്ള വിഷയം തേഞ്ഞു മാഞ്ഞു പോകുന്നില്ല. ISROയുടെ റിപ്പോർട്ട് വരുമ്പോഴും കൃത്യമായ നിഗമനങ്ങൾ എത്താൻ കഴിയുന്നില്ല. 1 കിലോയോളം സ്വർണം എന്ന് പറയുന്നത് അതൊന്നുമല്ല, അതിനേക്കാൾ വളരെ കൂടുതൽ സ്വർണം ഉരുക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ്. ഇപ്പോൾ പാളി തന്നെ മൊത്തത്തിൽ അങ്ങ് മാറി. പുതിയ പാളിയാണ്, ജമ്പം സ്വർണ്ണമെല്ലാം അടങ്ങുന്ന പുതിയ പാളിയാണ് വെച്ചത് എന്ന രീതിയിൽ നിഗമനങ്ങൾ വരുന്നു. അപ്പോൾ സങ്കീർണതയിൽ നിന്നും സങ്കീർണതയിലേക്ക് തന്നെയാണ് ശബരിമല സ്വർണ്ണപ്പാളി കൊള്ള നീങ്ങുന്നത്. രാഷ്ട്രീയ മുന്നണികളുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഈ സമയത്തെ പ്രതിപക്ഷ ഭരണപക്ഷ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ചങ്കെടുപ്പ് വർദ്ധിക്കുന്ന രീതിയിലാണ് ഓരോരോ കരുക്കൾ പടർക്കളത്തിൽ കുതറി വീഴുന്നത്, തെന്നി വീഴുന്നത്. ഇവരിലാർക്കൊക്കെ തിരിച്ചെഴുന്നേറ്റ് നിൽക്കാൻ കഴിയും, പടവെട്ടാൻ കഴിയും എന്നത് കാത്തിരുന്ന് കാണാം.